നമസ്കാരം. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ പ്രതിഷേധം. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംസ്കൃത ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ സെമിനാർ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴായിരുന്നു ഗവർണർക്കെതിരെ SFI പ്രതിഷേധമുയർത്തിയത്. സെനറ്റ് ഹാളിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചുള്ള SFI പ്രവർത്തകരുടെ പ്രതിഷേധം പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഗേറ്റ് മറികടക്കാൻ SFI പ്രവർത്തകർ ശ്രമിക്കുന്നതിനിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധം കണക്കിലെടുത്ത് സെനറ്റ് ഹാളിന്റെ മുഴുവൻ വാതിലുകളും ജനലുകളും അടച്ചു. 2 വർഷത്തിനിടെ ആദ്യമായാണ് ഗവർണർ സർവകലാശാലയിലേക്ക് എത്തുന്നത്. VC നിയമനങ്ങളിൽ ഗവർണർ ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്നുവെന്നാണ് ഇടതുപക്ഷ സംഘടനകളുടെ ആരോപണം. പ്രതിഷേധം കടുത്തതോടെ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും നിയന്ത്രണം ഭേദിച്ച് പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു. പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുണ്ടായി. ഗവർണർക്ക് നിരന്തരമായി സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നെന്ന രാജ്ഭവന്റെ ആരോപണത്തിനിടയിലാണ് പ്രതിഷേധം. സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് സംഘടിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഗവർണർ സ്വന്തം നിലയ്ക്ക് സർവകലാശാലകളിൽ നിയമനം നടത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പ്രകടനമായാണ് SFI പ്രവർത്തകരെത്തിയത്. പുറത്തെ ഗേറ്റിൽ ഇവരെ തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പ്രവർത്തകർ ഗേറ്റ് തള്ളി തുറന്ന് സെനറ്റ് ഹാളിനടുത്തേക്ക് എത്തുകയായിരുന്നു. സെനറ്റ് ഹാളിന്റെ വാതിലും ജനലുകളും പോലീസ് അടച്ചു. ഗവർണർ സംഘപരിവാറിന്റെ ആളുകളെ തിരികെ കയറ്റി വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിക്കുകയാണെന്ന് SFI നേതാക്കൾ പറഞ്ഞു. ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്ന 2 കതകിന് മുന്നിലും SFI പ്രവർത്തകർ ഇരിക്കുകയാണ്. പ്രവർത്തകരെ കതകിന് സമീപത്ത് നിന്ന് നീക്കിയാൽ മാത്രമേ പുറത്തിറങ്ങാനാവൂ. സർവകലാശാല VC നിയമനത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് SFIയുടെ പ്രതിഷേധം. സർക്കാരിനോടും ഇടത് വിദ്യാർത്ഥി സംഘടനകളോടുമുള്ള ഏറ്റുമുട്ടലിനിടയിലാണ് ഗവർണർ സർവകലാശാലയിലെത്തിയത്. ആഗോള പ്രശ്നങ്ങളും സംസ്കൃത വിജ്ഞാന വ്യവസ്ഥയും എന്ന വിഷയത്തിലാണ് ത്രിദിന ശില്പശാല. ഗവർണറെ ഉദ്ഘാടകനായി ക്ഷണിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ വിവാദങ്ങളുണ്ടായിരുന്നു. വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിലാണ് ഗവർണറെ ശില്പശാല ഉദ്ഘാടകനായി ക്ഷണിച്ചിട്ടുള്ളതെന്നാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ പറഞ്ഞത്. മന്ത്രിയെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഇങ്ങനെ മറുപടി നൽകിയത്. പൂർണ്ണമായും അക്കാദമിക വിദഗ്ധർ പങ്കെടുക്കുന്ന ശില്പശാലയാണെന്നും ഗവർണറുടെ സന്ദർശനം പ്രതിഷേധത്തിനിടയാക്കുമെന്ന് കരുതുന്നില്ലെന്നും മോഹനൻ കുന്നുമേൽ പറഞ്ഞിരുന്നു. ഗവർണറോടുള്ള എതിർപ്പ് കാരണം പരിപാടിയുടെ കൂടിയാലോചന യോഗം ഇടത് സംഘടനകൾ ബഹിഷ്കരിച്ചിരുന്നു. VC നിയമനങ്ങളിൽ ഗവർണർ ഏകപക്ഷീയമായി തീരുമാനം എടുക്കുന്നുവെന്നാണ് ഇടതുപക്ഷ സംഘടനകളുടെ ആരോപണം.